ഇന്ന് ഫുൾ പ്ലാനിങ്ങോട് കൂടിയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ പ്ലാൻ ഇതായിരുന്നില്ല. പക്ഷെ പ്ലാൻ ചെയ്ത് വന്ന് ഓരോരോ പ്ലാനുകൾ അങ്ങനെ മാറിപ്പോയി അവസാനം നമ്മൾ പാർക്കിൽ പോയി ചായ കുടിക്കാമെന്നുള്ള പ്ലാനിലെത്തി. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്തായാലും സംഭവം ഉഷാറായോ അത് മതി. പാർക്കിൽ വന്ന് കുറച്ച് നേരം നല്ല കഥകളൊക്കെ പറഞ്ഞിരുന്ന് മക്കളും കുറച്ച് നേരം നല്ലപോലെ കളിച്ചിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ആണ്. എന്താണെന്നറിയില്ല, ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം വാങ്ങിയാൽ തന്നെ ഞാൻ ഹാപ്പിയാവും. നമ്മളെ സന്തോഷം നോക്കിയാൽ പോരെ. പക്ഷെ എപ്പോഴും ഇതൊന്നും നടക്കണമെന്നില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഷോപ്പിംഗ് നല്ലതാണ്. അങ്ങനെ ഇന്നിപ്പോൾ മെയിൻ എനിക്കൊന്നും വാങ്ങാനല്ല കേട്ടോ, എസക്കും ഇസാൻക്കും വാങ്ങാനേനു. എസക്കൊരു എന്താ പറയുക പർദ്ദ വാങ്ങണം, ഇസാൻക്കൊരു തോപ്പ് വാങ്ങണമൊക്കെയാണ്. ഇസാൻക്ക് പിന്നെ എപ്പോൾ തോപ്പ് വാങ്ങാൻ പോയാലും ഓൻ്റെ സൈസ് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ അതേപോലെ തന്നെ കേട്ടോ, ഓൻ്റെ സൈസ് ഒഴികെ ബാക്കി എല്ലാ സൈസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓൻക്ക് സാധനം കിട്ടിയില്ല, ഹെസക്ക് കിട്ടി. അതുകൊണ്ട് ഹെസ ഹാപ്പിയായി. നെക്സ്റ്റ് ടൈം എന്തായാലും ഇസാൻക്ക് വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നല്ല അടിയാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാട്ടോ പോയത്, ഷവർമ ഹൗസിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടേക്ക് വരാൻ, ഫുഡ് കഴിക്കാൻ. പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എൻ്റെ ജമാന ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് എനിക്ക് ഫുഡിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒന്നും പറ്റാത്ത സമയത്ത് ഞാൻ ഇവിടുന്ന് വന്നിട്ടാട്ടോ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിരുന്നത്. ഇവിടുത്തെ ഫുഡ് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഷവർമ ഹൗസിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഒന്നും ഇവിടെ വരാറില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ. അപ്പം ഇന്ന് ഫുഡും കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു.